അസ്സലാമു അലൈക്കും. ദിയൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേ നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒട്ടും തന്നെ മുളക് പൊടിയും തക്കാളിയും ഒന്നും ചേർക്കാതെയാണ് കേട്ടോ ഈ ഒരു കറി ചെയ്തെടുക്കുന്നത്. കുറുകിയ ഗ്രേവിയോട് കൂടിയിട്ട് എങ്ങനെയാണ് ഈ കറി ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പം വേഗം തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണ ആ സമയം കൊണ്ട് ഇതിലേക്ക് വേറൊരു അരപ്പും കൂടി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ ബിരിയാണിയുടെ ഒക്കെ മേലെ ഇടാൻ വേണ്ടിയിട്ട് സവാള ഫ്രൈ ചെയ്യില്ലേ, അതേപോലെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ അതാ സവാള ഏകദേശം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് പകുതി ഭാഗം ലാസ്റ്റ് നമുക്ക് ചിക്കൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ബാക്കി ഭാഗം ഇതിൽ അരപ്പിൻ്റെ കൂടെ അരച്ച് ചേർക്കാനുള്ളതാണ്. ഇനി മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് അതിൽ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇത് അത്യാവശ്യം എരിവുള്ളതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. കുറച്ച് നേരം വെള്ളത്തിലിട്ട കാഷ്നട്ടും നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ഉള്ളിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂണ് വെള്ളം കൂടിയും ചേർത്തിട്ടാണ് ഇട്ട് അരക്കണത്. വെള്ളം ചേർക്കുന്നത് വിട്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ അതാ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്തതിന് ശേഷം ഒരു 2-3 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിലൊന്ന് വെക്കണം കേട്ടോ. അത്രയും ടൈം ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സവാള ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള സെയിം വെളിച്ചെണ്ണ ഇട്ട് എടുത്തിട്ടുള്ള അതിൽ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ചിക്കൻ്റെ പീസൊക്കെ അതിൽ ഇട്ട് കൊടുക്കാം. ഇതിൽ നിന്ന് വെളിച്ചെണ്ണ ഒന്നും കോരി മാറ്റണില്ല. ഈ വെളിച്ചെണ്ണയിലും കുറച്ച് വെള്ളത്തിലും കിടന്നിട്ടാണ് ഈ ചിക്കൻ വെന്ത് കിട്ടുക. അധികം വെള്ളമൊന്നും ഉപയോഗിക്കരുത്. നമ്മൾ ഈ ചിക്കൻ ഇട്ടിട്ടുള്ള ആ ഒരു പാത്രം ഉണ്ടല്ലോ, അതിൽ ഇതിൻ്റെ അരപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കലക്കിയിട്ട് ഒഴിച്ചാൽ മതി. ഏകദേശം ഒരു 1/4 കപ്പ് അളവ്, അതിൽ കൂടി പോവരുത്. അത്രയും നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് ഈ ഒരു കറി കിട്ടുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആദ്യം കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പെട്ടെന്ന് മൂടി വെക്കരുത്. അത്യാവശ്യം ഒന്ന് ഇതിൻ്റെ കളറൊന്ന് ചെറുതായി ചേഞ്ച് ആയിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. അതുവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. 10 മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ ഇതിൻ്റെ കളറൊക്കെ ചെറുതായി ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയം ഇതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂണ് ചെറിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ. അതുകൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ സമയം ഇത് ലോ ആക്കി വെക്കട്ടെ. ലോ ടു മീഡിയത്തിലാക്കി വെക്കാം. ഹൈ ഫ്ലെയിമിൽ ഈ സമയം വെക്കരുത്. എന്നിട്ട് വീണ്ടും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ കണ്ട അതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഈ സമയം ഇതിൽ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഉപ്പ് ചേർത്തതാണ്, അത് മാഗ്നേറ്റ് ചെയ്ത് വെച്ച സമയത്ത്. അതിന് പോരാത്ത ഉപ്പാണ് ഈ സമയം ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിൽ ഫൈനലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം നമ്മൾ സവാള ഫ്രൈ ചെയ്ത് വെച്ചിരുന്നില്ലേ, അതിൻ്റെ ബാക്കി പോർഷൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് സാധാരണ ചിക്കൻ കറിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.